ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് കുറച്ച് കൊച്ചുള്ളി ഒരു വാളാമ്പുളി ഉണ്ടെങ്കിൽ നമുക്ക് തീ പോലും കത്തിക്കാണ്ട് നമുക്ക് അടിപൊളി ഒഴിച്ച് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത്ര പോകുന്ന ഒരു കഷ്ണം വാളാമ്പുളി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാളാമ്പുളിയിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ അധിക നേരമൊന്നും കുതിരാൻ വെക്കേണ്ട, ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കുള്ളൂ. ഒന്ന് കുതിരാൻ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഈ ചെറിയ ഉള്ളി നമുക്ക് ഇടികല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനനുസരിച്ച് ചീനമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം എരിവ് വേണം കേട്ടോ നമ്മളെ കറിക്ക്. എനിക്ക് അത്യാവശ്യം എരിവ് വേണം, നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ചതച്ചെടുക്കുമ്പോൾ വേഗത്തിൽ ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഒന്ന് അത്യാവശ്യം ഒന്ന് ചതച്ചെടുക്കണം, മിക്സിയിലിട്ട് അരച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. കണ്ടല്ലോ നമ്മുടെ മിക്സ് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാളാമ്പുളി ഉണ്ടല്ലോ അത് കൈവച്ചിട്ട് ഇതുപോലെ നല്ലോണം തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നല്ലോണം തിരുമ്മി യോജിപ്പിച്ചിട്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുളി എത്രണ്ട് വേണോ അതിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇത് കറക്റ്റാണ് കേട്ടോ പുളി. എന്നിട്ട് നമ്മളിത് ഈ നേരത്തെ എടുത്ത ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിൽ ചണ്ടികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്നുകൂടി ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്, നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടമാവും. നമ്മുടെ റേഷൻ അരിയുടെ ആ വെള്ള അരിയുടെ ചോറാണ് വെച്ചാലുണ്ടല്ലോ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. എളുപ്പം വേവിട അരി. പിന്നെ നമ്മൾ ഇത് രാവിലെ പഴഞ്ചോറിലേക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ആരാ പഴഞ്ചോറ് കഴിക്കുക അല്ലേ? പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം, നല്ല രുചിയാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണം തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. നല്ലോണം കൈ വെച്ചിട്ട് തിരുമ്മി യോജിപ്പിക്കാം. നമ്മൾ കഴിക്കണതല്ലേ, അതുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കി വെക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ അതാ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രുചികരമായ ഒരു കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഒന്നുമില്ലാത്തപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരിക്കൽ നിങ്ങൾ ചെയ്താൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ദാ നമ്മളിത് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ദാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പപ്പടം കൂടി മതി കേട്ടോ നമുക്ക് ചോറുണ്ണാൻ. ഇതൊരു പപ്പടം ഉണ്ടെങ്കിൽ ഇത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല രുചിയാണ്. നല്ല എരിവുള്ള മുളക് എടുക്കണം. എൻ്റെ മുളകിന് കുറച്ച് എരിവ് കമ്മിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള മുളകുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ചീനമുളകാണ് എടുക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒന്നുകൂടി രുചിയാണ്. പിന്നെ ഇത് ഞാൻ കുറുവ അരിയാണ്. ഈ അരിനേക്കാളും ടേസ്റ്റ് നമ്മുടെ റേഷൻ പുഴുങ്ങലരി ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.